കേരളത്തിലൂടെ ഇന്ത്യ ഒളിമ്പിക് മെഡൽ നേടുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും അതിനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുമെന്നും നിയുക്ത സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി.പി. സാനു. കായിക വകുപ്പിലൂടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കായിക മുന്നേറ്റത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വി.പി. സാനു പറഞ്ഞു. സ്പോർട്സ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക്സ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നൊരു വികാരമുണ്ട്. കാരണം വളരെ ചെറിയ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. എന്നാൽ ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടിക എടുത്താൽ നമ്മൾ വളരെ താഴെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കേരളത്തിന്റെ പോലും ജനസംഖ്യയില്ലാത്ത ഒരുപാട് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ മെഡലുകൾ വാരിക്കൂട്ടുന്ന സമയത്തും നമുക്ക് അതിലേക്കൊന്നും ഏഴേലത്ത് പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ സ്പോർട്സ് നമ്മൾ നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ ദേശീയ ഗെയിംസിലും അതുപോലെ തന്നെ സ്പോർട്സ് മീറ്റുകളിലൊക്കെ തന്നെ കേരളം മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ചത് എന്നുള്ള നിലയിൽ പലപ്പോഴും കേരള സ്പോർട്സ് ഉണ്ടെങ്കിലും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സ്പോർട്സ് പുറകിലേക്ക് പോകുന്നു എന്നുള്ളതും, അത് കായിക വിനോദം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒട്ടനവധിയായിട്ടുള്ള കായിക വിനോദങ്ങളുണ്ട്. അപ്പോൾ ആ കായിക വിനോദങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന കുട്ടികളെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ നിലയിൽ വാർത്തെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതാണ് സ്പോർട്സ് കൗൺസിൽ ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ തുകയും ബജറ്റിലൊക്കെ തന്നെ ഏതാണ്ട് 300 കോടിയിലധികം രൂപയാണ് സ്പോർട്സിന് വേണ്ടി മാത്രം സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ ആ നയങ്ങൾ നന്നായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. കേരളത്തിന് ഒളിമ്പിക്സിൽ ഒരു മെഡൽ, കേരളത്തിലൂടെ ഇന്ത്യക്ക് ഒരു മെഡൽ എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് കേരളം. 2036 കൂടി അത് സാധ്യമാവണം എന്നുള്ള നിലയിലാണ്. ആ നിലയിൽ പുതിയ കുട്ടികളെ വാർത്തെടുക്കുവാനും വിവിധ മേഖലയിലുള്ള കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് പരമാവധി പ്രോത്സാഹനം നൽകുക, അതുവഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ എല്ലാ പഞ്ചായത്ത് തലത്തിലും ഒരു സ്റ്റേഡിയം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മുടെ കേരളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ സ്റ്റേഡിയങ്ങൾ, സിന്തറ്റിക് ട്രാക്കുകളൊക്കെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വലിയ രൂപത്തിൽ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ പുതിയ മേഖലകളിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സർക്കാരിന് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക തുടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്തുകൊണ്ട് കായിക അധ്യാപകരെ നിയമിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് സർക്കാർ നിയമം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നടപ്പിലാക്കുക എന്നുള്ള ഉത്തരവാദിത്തങ്ങളാണ് ശരിക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ളത്. നമ്മുടെ ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ ഇതൊക്കെ വഴി കൂടുതൽ കുട്ടികളെ കായിക രംഗത്ത് വാർത്തെടുക്കുക, അവർക്ക് പരമാവധി സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ആ നിലയിൽ അവർക്ക് പരമാവധി സപ്പോർട്ട് നൽകിക്കൊണ്ട് കേരളത്തെ ഒരു പ്രധാനപ്പെട്ട കായിക ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. വി.പി. സാനുവിന്റെ ഈ സ്ഥാനലബ്ധിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും പാർട്ടി ഏറെ പരിഗണനയാണ് സാനുവിന് എല്ലാ കാലത്തും നൽകിയിട്ടുള്ളതെന്നും സാനുവിന്റെ പിതാവും CITU ജില്ലാ സെക്രട്ടറിയുമായ വി.പി. സക്കറിയ പറഞ്ഞു. സാനുവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല പരിഗണനയാണ് ഇന്നേ വരെ നൽകിയിട്ടുള്ളത്. SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ചു. CPMന്റെ കേരള സംസ്ഥാന കമ്മിറ്റി മെമ്പറായി വളരെ ചെറുപ്പത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ SFI സ്ഥാനം ഒഴിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നത് സാനുവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനലബ്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ സന്തോഷമാണ് അക്കാര്യത്തിൽ തോന്നുന്നത്. പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന നിലക്ക് അതിനോട് നീതി പുലർത്താനും വളരെ ഭംഗിയാക്കി കൊണ്ടുപോകാനും സാനുവിന് കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. മറ്റെന്തെങ്കിലും പ്രചാരണം ഉണ്ടെങ്കിൽ അതെല്ലാം അസ്ഥാനത്താണ്. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി വി.പി. സാനു തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തി സ്ഥാനമേൽക്കും. ബാബു എടിയൂർ, ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. വിവാഹം വരുന്നു, സ്റ്റൈൽ തീരുമാനിച്ചു. വളരെ സ്പെഷ്യലായ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ. ബ്രൈഡ് നൈറ്റ്, ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ, ട്രെൻഡി ലെഹങ്കകൾ, എലിഗന്റ് ഗൗണുകൾ. ട്രെൻഡുകൾ മാറാം, ഗുണമേന്മ മാറില്ല, സ്റ്റൈൽ മാറാം. ഗ്രൂമിന് വേണ്ടി ക്ലാസിക് ഷെർവാണികള്, സ്റ്റൈലിഷ് കുർത്തകള്, പ്രീമിയം എത്നിക് കളക്ഷനുകള്, വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം. MX Wedding Center, Valanjeri, Pattambi, Kutanad, Koppam and Kecheri.